നിനക്ക് സ്ക്രോൾ ചെയ്ത് പോകല്ല. ഇന്ന് 2 ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തരാൻ പോവാണ്. ഞാൻ കാസർഗോഡ് ഭാഷയിൽ സംസാരിക്കാറില്ലേന്നു. കാനഡയിലായതുകൊണ്ട് അത്താഴത്തിന് എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്നും. എന്ത് കഥ കേട്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഞാൻ പായുന്ന കണ്ടിട്ടേ അത് എന്താ കേട്ടെങ്കിൽ കറന്ന് പോകാൻ പറ്റുമ്പോൾ ഫയർ അലാറം നോക്കിയാൽ ഫുഡ് എന്തായിട്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും. മുമ്പയില്ലെങ്കിൽ നാട്ടിലുണ്ടാകുമ്പോൾ ഇതിനെ കുറിച്ചിട്ട് എന്ത് ടെൻഷൻ ഇല്ല. പോയിട്ട് റെഡി ആയിട്ടുണ്ടാവും ഫുഡെല്ലാം. ഇപ്പൊ ഇല്ലെങ്കിൽ ഞാൻ മാത്രം ഇവിടെ നോമ്പ് നോക്കുന്നുള്ളത്. ഇപ്പോഴും അത്താഴത്തിന് ഉണ്ടാക്കലല്ല. ഇപ്പൊ രാത്രി ഉണ്ടാക്കും, ചിലപ്പോൾ അത്താഴത്തിന് ഉണ്ടാക്കും. എപ്പോൾ ഉണ്ടാക്കിയെങ്കിൽ 2-3 ദിവസത്തേക്ക് വെച്ചേക്കും. പാപ്പ വെച്ചുകൊണ്ടിരിക്കാൻ ടൈം ഇല്ലല്ലോ. ക്ലാസ് ഉണ്ട്, പണിയുണ്ട്. പണി അല്ലെങ്കിൽ രാത്രി ഓവർനൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് വർക്ക് ആക്കുന്നു. പിന്നെ കൂടുതൽ എക്സാം ഉണ്ട്, പിന്നെ ത്രാവി ഉണ്ട്. അങ്ങനെ എല്ലാം ആകുമ്പോൾ ടൈം ഇല്ല. പിന്നെ വീഡിയോ എല്ലാം എടുക്കുന്നതല്ലേ. കോഴിക്കറിയും കോഴി കാച്ച നെയ്ച്ചോറെല്ലാം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കോഴിക്കറി ഒന്നല്ല, ബന്നുണ്ടാവും, ബ്രെഡ് ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, കടലക്കറി, ചിലപ്പോൾ പട്ടാണിക്കറി, മുട്ടക്കറി ആയി കഴിഞ്ഞാൽ അത്ര. ഇതെല്ലാം ഉള്ളിയും പുളിയും മിക്സ് ആക്കിയിട്ടില്ല ചമ്മന്തി പോലെ ആക്കിയിട്ട് ചോറിൻ്റെ തോന്നും. നോമ്പ് തുറക്കാന്നുണ്ടെങ്കിൽ ബാക്കാച്ചാ ഇല്ലെങ്കിൽ പള്ളിക്കാറ്റും. ഒരു കോണം വന്നിട്ടെങ്കിൽ സുബി വാങ്ങാം 6:20. അപ്പൊ ടൈം ഉണ്ട്, കുറെ ബി എണിക്കണമെന്നില്ല. അന്നെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നെങ്കിലേ എന്തായാലും കാലത്ത് ഒരു 4:45 5:00 എന്തായാലും എണിക്കണം. ഇപ്പൊ 4:45 5 തന്നെ പണിയെല്ലാം തുടങ്ങി. അതൊന്നുമല്ല, ഒറ്റയ്ക്ക് എത്താനൊന്നുമില്ല. അതൊരു ബേജാറ് തന്നെ. എന്ത് പറഞ്ഞിട്ട് കാര്യം. ഇന്നത്തെ കഥ ഇതൊന്നുമല്ല. ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. കറി ആകുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ ബാങ്ക് കൊടുത്തിട്ട്